കുടുംബജീവിതം സ്വർഗത്തിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയാൽ കുടുംബജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും സ്വർഗത്തേക്ക് പോകാനുള്ള പ്രയാസമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാ അങ്ങനെ അടങ്ങാറാവുന്നത് എന്നേ തോന്നുള്ളൂ. ചിലർ പറയലുണ്ട്, എന്തിനാ റബ്ബേ ഈ ജീവിതം. ഞങ്ങളൊരു കാര്യം പറഞ്ഞത്, മനുഷ്യൻ, ജിന്ന് എന്നീ രണ്ട് വർഗങ്ങൾ ജീവിക്കുക എന്നത് ഇബാദത്താണ്. നല്ലോണം മനസ്സിലാക്കണേ ഞാൻ ഈ പറഞ്ഞത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്ന് വർഗത്തെയും ഇൻസ് വർഗത്തെയും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല. ജിന്ന് ഇൻസ് വർഗത്തെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയല്ലാതെ പടച്ചിട്ടില്ല. ഉമ്മയുടെ വയറ്റിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വന്നത് തന്നെ ഇബാദത്താണ്. പിരാന്തന് അള്ളാഹു തആല സ്വർഗ്ഗം കൊടുക്കുമല്ലോ, ഭ്രാന്തന് അള്ളാഹു സ്വർഗ്ഗം കൊടുക്കും. അവൻ ഏത് അമൽ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്? അവൻ ജീവിച്ചു എന്ന അമൽ തന്നെയാണ് അവൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ വെറുതെ അതുകൊണ്ടാണ് നമ്മൾ ദീർഘായുസ്യം തുറക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും തരട്ടെ. ഒരു കൊല്ലം ഏറെ കിട്ടിയാൽ ഒരു കൊല്ലം അധികം ജീവിച്ചു എന്നത് ഇബാദത്താണ്. വെറുതെ ജീവിക്കാം, അതൊരു ഇബാദത്താണ്. അപ്പൊ പിന്നെ എന്തിനാണ് ഈ ജീവിതം എന്ന് ചിന്തിക്കരുത്. ഓരോ നിമിഷം ജീവിക്കുന്നതും ഇബാദത്താണ്. അതിനൊക്കെ അള്ളാഹു തആല നമുക്ക് കൂലി നൽകുകയും ചെയ്യുന്നുണ്ട്. ഇടങ്ങേറ് എന്നുള്ള സാധനം ഇല്ല. ശരിക്കും സന്തോഷവും ദുഃഖവും ഒന്ന് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നിടത്തുള്ള പ്രശ്നമാണ്. ചില കാര്യം ചില ആളുകൾക്ക് സന്തോഷമായിരിക്കും, അതേ കാര്യം മറ്റു ചിലർക്ക് ദുഃഖമായിരിക്കും. അങ്ങനെയാണ്. ചില ആളുകൾക്ക് വെളിച്ചം സന്തോഷമാണ്, വേറെ ചിലർക്ക് വെളിച്ചം ദുഃഖമാണ്. ഓരോ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരാളുടെ സന്തോഷം മറ്റൊരാളുടെ ദുഃഖം, മറ്റൊരാളുടെ സന്തോഷം ഇവന്റെ ദുഃഖം. അപ്പൊ സന്തോഷവും ദുഃഖവും ഒന്ന് തന്നെയാണ്, അത് രണ്ടല്ല. അത് രണ്ടും ഒന്നാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ജീവിതം വളരെ സന്തോഷപ്രദമായിരിക്കും. സ്വർഗജീവിതം എന്നതാണ് യഥാർത്ഥത്തിൽ കുടുംബജീവിതം. സ്വർഗത്തിൽ കുടുംബമായി മാത്രമാണ് ജീവിതം. സ്വർഗത്തേക്ക് ആരും ഒറ്റക്ക് പോകില്ല എന്നല്ലേ, കൂട്ടായിട്ടാണ് സ്വർഗത്തേക്ക് പോകുന്നത്. സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗമുണ്ട്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോകുന്നത് കൂട്ടമായിട്ടാണ്. സ്വർഗത്തിലേക്ക് പോകുന്ന കൂട്ടത്തിൽപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാം. നരകത്തിലേക്ക് പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടാൽ നരകത്തിൽ പോവേണ്ടി വരും. അപ്പൊ സ്വർഗാവകാശികളുടെ കൂട്ടത്തിൽ പെടണം. സ്വർഗാവകാശികൾ സ്വർഗത്തിലേക്ക് പോവാൻ വേണ്ടി വരി നിൽക്കുന്നത് 120 വരികളിലായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗത്തേക്ക് പോവാൻ 120 വരി ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒരു വരിയുടെ പിന്നിൽ പെട്ടാൽ സ്വർഗത്തിൽ പോവാം. പക്ഷേ പടച്ചോനെ അതിൽ ഏതെങ്കിലും ഒരു വരിന്റെ പിന്നിൽ നിർത്തണേ എന്ന് ദ്വാരക്കാൻ പാടില്ല എന്നാ. അതിൽ ഏതെങ്കിലും ഒരു വരിയുടെ മുന്നിൽ നിർത്തണേ എന്ന് ദ്വാ ചെയ്യാം. നിങ്ങൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോൾ ഫിർദൗസ് തന്നെ ചോദിക്കണേ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിനോട് ഒരു കാര്യം നമ്മൾ ചോദിക്കുമ്പോൾ പടച്ചോനെ എങ്ങനെങ്കിലുമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി കഴിച്ചിലാക്കി തരണേന്നൊന്നും പറയാൻ പറ്റൂല.